ഹലോ ഗേസ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബാച്ചിസ് വേൾഡ്. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ വീണ്ടും ഒരു വീഡിയോ ഇടുന്നത്. കുറച്ച് തിരക്കൊക്കെ ആയിരുന്നു, അതുകൊണ്ടാണ് വീഡിയോ ഇടാതിരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ കുറച്ച് ഷോപ്പിങ്ങും അതുപോലെ കുറച്ച് വിശേഷങ്ങളൊക്കെ പങ്കുവച്ചിട്ടുള്ളൊരു വീഡിയോ ആണ്. ഇന്നത്തെ വീഡിയോ 2 ദിവസത്തെ വീഡിയോ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒറ്റൊരു വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുക. കണ്ടിട്ട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഫ്രണ്ട്സൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ ഞങ്ങൾ നേരെ വൈകുന്നേരമൊക്കെ ആയപ്പോൾ മോനെ സ്കൂളൊക്കെ വിട്ടതിന് ശേഷം ഞങ്ങൾ നേരെ ഷോപ്പിങ്ങിനാട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് അടുത്തൊരു മാരേജ് ഫംഗ്ഷൻ ഉണ്ട്. അപ്പോൾ അതിനുള്ള ഷോപ്പിങ്ങിനാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ വീട്ടിലോട്ടുള്ള സാധനങ്ങൾ മേടിക്കാനുണ്ട്. അപ്പോൾ ഞാൻ ഇക്കാൻ്റെ കയ്യിൽ കുട്ടികളെ ഏൽപ്പിച്ചിട്ട് നേരെ സൂപ്പർ മാർക്കറ്റിലോട്ട് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ അവർ പറഞ്ഞു മോനെ ജീപ്പിൽ കയറണമെന്ന് പറഞ്ഞിട്ട്, അപ്പോൾ മോനവിടെ ജീപ്പിൽ കയറ്റിയിട്ടുണ്ട്. അതവിടെ തന്നെ നമ്മൾ സൂപ്പർ മാർക്കറ്റിൻ്റെ തൊട്ടടുത്തുള്ള ഇതുപോലെ ഗെയിംസൊക്കെ ഉള്ളൊരു സംഭവമാണ്. അപ്പോൾ മോളിൽ ഇരുത്തി നോക്കി. മോൾ കരയാന്ന് കണ്ടപ്പോൾ വണ്ടി ഓൺ ചെയ്ത് പോകണപ്പോൾ മോൾ കരഞ്ഞിട്ടോ. അപ്പോൾ മോളിനെ അവിടെ നിന്ന് എടുത്തു. പിന്നെ മോന് മാത്രം കേട്ടോ ജീപ്പിൽ ഇരുന്നിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇക്ക അവിടെ മസാജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ചെയർ പോലൊരു സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ കയറി ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ മക്കളത്ത് പിന്നെ ആരും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട് അവന് വണ്ടി ഓടിക്കൽ കഴിഞ്ഞിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇരുന്നു. അങ്ങനെ ഞാനവിടെ നിന്നു കേട്ടോ. അപ്പോൾ മോളവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. മോൻ മാത്രമേ ഉള്ളൂ. ഒരു 5 റൗണ്ടോ 8 റൗണ്ടോ അങ്ങനെ എന്തോ ആണ് 100 രൂപ കേട്ടോ ചാർജ്. അങ്ങനെ എന്തോ ആണ് ജീപ്പിന്. ഇങ്ങനെ 5 റൗണ്ടോ 6 റൗണ്ടോ അങ്ങനെ എന്തോ ഓടിയ 100 രൂപ അങ്ങനെ കേട്ടോ. അപ്പോൾ മോനതിൽ എത്തിയിട്ട് ഞാനിവിടെ വീഡിയോ എടുക്കുമായിരുന്നു. ഇക്ക അതുപോലെ അവിടെ മസാജ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇക്കാൻ്റെ മസാജിങ് അവിടെ നടക്കുന്നുണ്ട്. മോൻ്റെ ജീപ്പിൽ നിന്ന് ഇറങ്ങിയ ശേഷം പിന്നെ ഞാൻ മോനവിടെ ആക്കിയിട്ട് പോയി. ഞാനും മോളും കൂടെ പോയത് ഇക്കാനോട് പറഞ്ഞിട്ട് ഞാൻ പോയിട്ട് ഡ്രസ്സും അതുപോലെ വീട്ടിലോട്ടുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ട് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ ഇറങ്ങി. ഡ്രസ്സ് എടുക്കുന്നതിൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. വൈകുന്നേരം ആയിരുന്നു. പിന്നെ എൻ്റെ കയ്യിൽ മോളുള്ളത് കൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഷെയ്ക്കാവുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് ഞാനവിടെ പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും ഇക്കാൻ്റെ മസാജിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇക്കാക്ക് 20 മിനിറ്റ് ആയിട്ടാണ് 100 രൂപ അങ്ങനെ എന്തോ ആണ്. അപ്പോൾ അതൊക്കെ അവിടെ നിന്ന് കഴിഞ്ഞിട്ട് ഞങ്ങളവിടെ നേരെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഇറങ്ങിയിട്ട് പിന്നെ നേരെ പോയത് ഇക്കാക്ക് ഫോൺ എടുക്കാനാണ്. ഞങ്ങൾ കുറച്ച് ദിവസം മുമ്പ് വന്നിട്ട് ഫോണൊക്കെ നോക്കി വെച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ റേറ്റും കാര്യങ്ങളും നോക്കാണ്ട് കുറച്ച് ദിവസം മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു. ഇക്കാൻ്റെ ഫോണിന് ഭയങ്കര ഹാങ് ആവലുണ്ടായിരുന്നു. അതുപോലെ ഫോണിൻ്റെ ഡിസ്പ്ലേ ഒക്കെ പോയിട്ടുണ്ടായിരുന്നു. എന്നാൽ പൊട്ടിയിട്ട് ഒരു സൈഡൊക്കെ അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുതിയൊരു ഫോണ് അടവിനെടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ മൈജിയിലോട്ട് പോയതാണ്. അപ്പോൾ അവിടെ പോയിട്ട് അടവിനായതുകൊണ്ട് കുറേ ഫോർമാലിറ്റീസൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ നോക്കി നമുക്ക് ഏത് ഫോണാണെന്നൊക്കെ നോക്കിയിട്ട് അപ്പോൾ ഒക്കെ അവിടെ ഫോണൊക്കെ നോക്കിയിട്ടുണ്ട്. അപ്പോൾ അവർ നമ്മളെടുക്കണ ഫോണ് നോക്കിയ ശേഷം പുതിയ ബോക്സ് പൊട്ടിക്കുകയാണ്. അപ്പോൾ അതൊക്കെ അവിടെ നോക്കിയിട്ട് അതിൻ്റെ സ്ക്രീനിൽ കാർഡൊക്കെ ഒട്ടിച്ചിട്ട് വേണം പോകാൻ. അപ്പോൾ അതൊക്കെ നോക്കാം കേട്ടോ. എനിക്കതിൻ്റെ ഫോൺ ഏതാണെന്ന് എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല. പക്ഷെ എന്നാലും നല്ല ക്യാമറ ക്ലാരിറ്റി ഉള്ളൊരു ഫോണായിരുന്നു കേട്ടോ. അവിടെ ഉള്ളവർ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഐഫോണും ഇത് നമ്മളുടെ വലിയ വ്യത്യാസമൊന്നുമില്ല. ക്ലാരിറ്റി ഞങ്ങൾ കാണിച്ചു തന്നു കേട്ടോ. ഒരു ഐഫോണും ഇത് നമ്മളുടെ വ്യത്യാസമൊക്കെ. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് എടുത്താണ്. അപ്പോൾ ഇത് നല്ല ക്ലാരിറ്റി ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ പോണതുവരെ ഇക്കാൻ്റെ ഫോണിലോട്ടോ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത് നല്ല ക്ലാരിറ്റി ഉള്ളതുകൊണ്ട്. അപ്പോൾ ഞങ്ങൾ എത്തിയിട്ട് ഇത് പിറ്റേ ദിവസം കേട്ടോ വീഡിയോ എടുക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ 2 ദിവസത്തെ വീഡിയോ ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതെന്ന്. പിറ്റേ ദിവസം കുറച്ച് പണികളുണ്ടായിരുന്നു. മുറ്റത്ത് സ്റ്റോൺ വെച്ചിട്ട് അതിന് ശേഷം മഴ കാരണം മുറ്റത്ത് സ്റ്റോണിൽ പോളിഷിങ് ചെയ്തിട്ടില്ല. പക്ഷേ പോളിഷിങ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ വീട്ടിൽ മുമ്പിൽ ഒന്ന് പെയിൻ്റ് അടിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പെയിൻറ്റ് പണിയാണ് ഇപ്പോൾ ഇത് നടക്കുന്നത്. അപ്പോൾ ആ പെയിൻറ്റ് പണി അതുപോലെ മതിലുമേ പെയിൻ്റ് അടിക്കാനുണ്ടായിരുന്നു. അതുപോലെ ഗാർഡനിൽ കുറച്ച് പെയിൻറ്റിങ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഉള്ളൊരു ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ പണികളായിരുന്നു. മുൻഭാഗം കുറേ 2 വർഷമായല്ലോ വീട് ഇരുന്നിട്ട്. അപ്പോൾ അതിൻ്റേതായ കുറച്ച് പെയിൻ്റൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രണ്ട് ഭാഗം മാത്രം ഒന്ന് പെയിൻ്റ് അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പെയിൻ്റ് അടിച്ച് 2 ദിവസം കൊണ്ട് പെയിൻറ്റ് പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പെയിൻറ്റ് പണി കഴിഞ്ഞിട്ട് പണിക്കാർ പോയിട്ടുണ്ട്. ഇനി മുറ്റത്ത് സ്റ്റോണുമൊന്ന് പോളിഷിങ് ചെയ്യാനുണ്ട്. ഗാർഡനൊന്ന് സെറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ അതിനുള്ളൂ ഇനി ബാക്കിയുള്ള പണികൾ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ചായയുടെയൊക്കെ കഴിഞ്ഞിട്ട് മോനെ പഠിപ്പിക്കാൻ വേണ്ടി ഇരുന്ന കേട്ടോ. അപ്പോൾ അവന് നാളെ സ്കൂളിൽ കുറച്ച് ഹോംവർക്ക് കംപ്ലീറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു.
അപ്പോൾ അവനതിരുന്ന് ഹോംവർക്കൊക്കെ ചെയ്യാണ്. അതുപോലെ ഞാൻ റഫ് ബുക്കിൽ ചില പോർഷൻസ് ചില ദിവസങ്ങൾ എഴുതിപ്പിക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ എഴുതുകയാണ്. മോളപ്പുറത്തിരിക്കുന്നുണ്ട്. ഇക്ക ജിമ്മിന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രേ ഉള്ളൂ. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന ഫ്രണ്ട്സൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.